നമസ്കാരം. ശ്രീകുളത്തൂർ ദേവസ്ഥാനം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ വിശേഷങ്ങളും പൊതു സ്വഭാവങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് വക്രബുദ്ധി കുറവായിരിക്കും. അവർ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും. ഇവർ ധീരന്മാരും ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്നവരും ആർക്കും കീഴടങ്ങി നിൽക്കാത്തവരും ആയിരിക്കും. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നല്ല സാമർഥ്യം ഇവർക്ക് ഉണ്ടാകും. പക്ഷേ കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങൾ ഇവർക്ക് മനസ്സ് മടുപ്പിക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങൾ വന്നാൽ അവർ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കും. അല്പം അഹങ്കാരത്തോടുകൂടി സംസാരിക്കുമെങ്കിലും അവരെക്കാൾ കൂടുതൽ കഴിവുള്ളവരോട് ഇടപെടുമ്പോൾ വിനയവും മര്യാദയും ഒക്കെ പ്രകടിപ്പിക്കും. അടുത്ത സുഹൃത്തുക്കളോട് ആശയവിനിമയം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥത ഇവർ കാണിക്കും. ആരോഗ്യവും ദീർഘായുസ്സും ഒക്കെ ഉണ്ടാകും. ചെറിയ അസുഖങ്ങൾ അവഗണിക്കും. സൗന്ദര്യവും ശരീരപുഷ്ടിയും ഉണ്ടാകും. പല്ലുകൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാകും എങ്കിലും സൗന്ദര്യത്തെ അത് ബാധിക്കുകയില്ല. ശിരോരോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവ ചെറിയ തോതിൽ ബാധിക്കാം. പക്ഷേ അതെല്ലാം അവഗണിക്കുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർ. പെട്ടെന്ന് കോപിക്കുകയും സാഹസ പ്രവർത്തികളൊക്കെ ചെയ്യുവാനായിട്ട് മുതിർന്നെന്നും വരും. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞ് അടുത്ത നിമിഷത്തിൽ അത് ചെയ്യണ്ടായിരുന്നു എന്ന് പശ്ചാത്തപിക്കാറുമുണ്ട്. ഞാൻ എന്ന ഭാവം വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഇത് പലപ്പോഴും ഇവർക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടാനായിട്ട് കാരണമാകാറുണ്ട്. ദുരഭിമാനം മൂലം പല പരാജയങ്ങളും ഇവർക്ക് സംഭവിച്ചെന്നും വരാം. ബന്ധുക്കളുമായി കലഹിക്കും, അവരെ അവഗണിക്കും. ഇതുമൂലം അവരിൽ നിന്നും ഉണ്ടാകാവുന്ന പല ഗുണങ്ങളും നഷ്ടമായി പോയി എന്ന് വരാം. സ്വജനങ്ങളുമായി പൊതുവെ അകൽച്ചയായിരിക്കും ഉണ്ടാവുക. ജീവിതത്തിൻ്റെ മധ്യഘട്ടത്തിൽ ദൂരദേശ സഞ്ചാരം ചെയ്യുവാനായിട്ട് അവസരമുണ്ടാകും. വിവാഹ ജീവിതം അസ്വസ്ഥമാകുവാനായിട്ട് ഇടയുണ്ട്. ജീവിത പങ്കാളിക്ക് അംഗീകാരം നൽകാത്തതുമൂലം കലഹങ്ങൾക്കിടയാകാനും സാധ്യതയുണ്ട്. വിവാഹമോചനം, പിണങ്ങിയുള്ള താമസം തുടങ്ങിയവയിലേക്ക് ഇത് വഴിതെളിച്ചേക്കാം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മനസ്വസ്ഥത കുറവായിരിക്കും. ഭർത്താവിൻ്റെ വിശ്വാസക്കുറവ് മൂലം ഇവർക്ക് മനക്ലേശമുണ്ടാകാൻ സാധ്യതയുണ്ട്. വിമർശനങ്ങളും അപവാദങ്ങളും സഹിക്കേണ്ടതായിട്ടും വന്നേക്കാം. ഇവരുടെ ബാല്യകാലം പൊതുവെ നല്ലതായിരിക്കും. 8 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കാലം രോഗപീഠകളും അപകടങ്ങളും സൂചിപ്പിക്കുന്ന കാലമാണ്. 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള കാലം വളരെ ഗുണകരമായിരിക്കും. 35 വയസ്സിന് ശേഷം ഗുണദോഷ സമ്മിശ്രമായ കാലമാണ്. വാർദ്ധക്യകാലത്ത് ക്ലേശങ്ങളും രോഗപീഠകളും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ നല്ല കർമ്മശേഷി, പ്രവർത്തന നിരതരും പ്രവർത്തനങ്ങളിൽ നല്ല ബുദ്ധികൂർമ്മത പ്രകടിപ്പിക്കുന്നവരും ആയിരിക്കും. പുറമേ മനോബലം പ്രകടിപ്പിക്കുമെങ്കിലും ഇവർ ചഞ്ചലചിത്തരും ഭീരുക്കളും ആയിരിക്കും. ഗൂഢശാസ്ത്രങ്ങളിൽ താല്പര്യമുള്ള ഇവർ കാര്യങ്ങളുടെ അടിത്തട്ട് വരെ അന്വേഷിക്കുന്ന പ്രകൃതക്കാരായിരിക്കും. ജാതകത്തിൽ ചന്ദ്രന് ബലമില്ലാത്തവർ മുൻകോപം, വക്രബുദ്ധി, സ്വാർത്ഥത തുടങ്ങിയ ദോഷഗുണങ്ങൾ പ്രകടിപ്പിക്കും. തൃക്കേട്ടക്കാർ സ്വഗൃഹവും ദേശവും വിട്ട് താമസിക്കുന്നവരായിരിക്കും. സന്താനങ്ങളിൽ നിന്ന് ഇവർക്ക് സുഖം ലഭിക്കാറില്ല. പല ജോലികളും ഇവർ ജീവിതത്തിൽ മാറി മാറി ചെയ്തേക്കാം. നല്ല ആരോഗ്യമുള്ള ഇവർക്ക് ജീവിതത്തിൻ്റെ ആദ്യഘട്ടം ക്ലേശകരമായിരിക്കും. ദാമ്പത്യ വിഷയങ്ങളിൽ പൊതുവെ സുഖവും സംതൃപ്തിയും ലഭിക്കും. ബന്ധുക്കൾക്ക് ഇവരിൽ നിന്ന് ഉപകാരങ്ങൾ ഒന്നും ലഭിക്കാറില്ല. ചില തൃക്കേട്ടക്കാർ മൂത്ത സഹോദരന്മാർക്ക് നാശം ചെയ്യാറുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും ചില ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ദാമ്പത്യ ക്ലേശം, പുത്രശോകം തുടങ്ങിയവ ചിലർക്ക് അനുഭവത്തിൽ വന്നേക്കാം. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ പൂരാടം, തിരുവോണം, ചതയം, മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ 3 പാദങ്ങൾ എന്നിവയാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുമായിട്ട് കൊടുക്കൽ വാങ്ങലുകളോ ബിസിനസ് പാർട്ട്ണർഷിപ്പോ വിവാഹബന്ധത്തിലോ ഏർപ്പെടുന്നത് നന്നായിരിക്കില്ല. ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ: ശുക്രൻ, വ്യാഴം, സൂര്യൻ എന്നീ ദശാകാലം ഇവർക്ക് ദോഷകാലങ്ങളാണ്. ഈ കാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്.
തൃക്കേട്ട, രേവതി, ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനവും മറ്റു പൂജാതി കാര്യങ്ങളും നടത്തുക. ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, ഭാഗവത പാരായണം തുടങ്ങിയവ ഫലപ്രദമാണ്. തൃക്കേട്ടയും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ ശാന്തികർമ്മങ്ങളും വ്രതങ്ങളും അനുഷ്ഠിക്കുക. ഇവർ രാശ്യാധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതാണ്. ജാതകത്തിലെ ചൊവ്വയുടെ സ്ഥിതി അനുസരിച്ച് സുബ്രഹ്മണ്യനെയോ ഭദ്രകാളിയെയോ ഭജിക്കുക. ഇവരുടെ അനുകൂല നിറങ്ങൾ പച്ചയും ചുവപ്പുമാണ്. ഇതാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവങ്ങൾ. ജനിക്കുന്ന സമയത്തെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്ക് പൂർണ്ണമായ ഗുണദോഷ ഫലങ്ങൾ പറയുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഉത്തമനായ ജ്യോതിഷന്റെ ഉപദേശം തേടാവുന്നതാണ്. എന്നെ ബന്ധപ്പെടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജനന വിവരങ്ങൾ അയച്ചാൽ സമയലഭ്യത അനുസരിച്ച് സംസാരിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.